ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് നല്ലൊരു കമ്പനീനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. ഈ കമ്പനിയുടെ പേര് ഇന്റർനാഷണൽ കൺവോയ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ലൊരു പ്രൈസ് ഉള്ള ഒരു കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കമ്പനി ഞാൻ ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇത് മെയിൻലി യൂസ് ഫോർ ഈ മൈനിങ് ഇൻഡസ്ട്രിയിലും ഇങ്ങനെയുള്ള മറ്റുള്ള ഏരിയയിൽ ഉപയോഗിക്കുന്ന ഒരു ബെൽറ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനി. ഒരു കൽക്കട്ട ബേസ്ഡ് കമ്പനിയാണ്. ഈ കമ്പനി 1973 ഫോം ചെയ്ത കമ്പനിയാണ്. മെയിൻലി ദിസ് ഈസ് യൂസ് ഫോർ അണ്ടർഗ്രൗണ്ട് മൈൻ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മിനറൽസ് സച്ച് ആസ് കോൾ ആൻഡ് പൊട്ടാഷ്. ഇതൊരു PVC കൺവോയ് ബെൽറ്റ് ഉണ്ടാക്കുന്ന കമ്പനി. സോ ഈ കമ്പനി നല്ലൊരു കമ്പനിയാണ്. സോ നമുക്ക് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഏറ്റവും ആവശ്യം എന്ന് വെച്ചാൽ വാറൻ ബഫറ്റ് പറഞ്ഞ പോലെ പേഷ്യൻസ് ആൻഡ് കോൺട്രേറിയനിസം വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആ മാർക്കറ്റിൽ നിങ്ങൾക്ക് പേഷ്യൻസ് വേണ്ടുന്ന കാര്യം. നമ്മളെ ജീവിതത്തിൽ ഇത് മോസ്റ്റ് വാല്യുബിൾ ലെസൺസ് ലേൺഡ് ത്രൂ ടഫ് ടൈംസ്. ഗുഡ് ടൈംസ് ഓൾവേസ് ടീച്ച് യു ബാഡ് ലെസൺ. സോ മാർക്കറ്റിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കുള്ള എക്സ്പീരിയൻസ് ഇസ് വാട്ട് യു ഗോട്ട് വെൻ യു ഡോണ്ട് ഗെറ്റ് വാട്ട് യു വാണ്ടഡ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ശരിയാണ്. ഈ കമ്പനീൻ്റെ ഫണ്ടമെന്റൽസ് നോക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ചെറിയൊരു കമ്പനിയാണ്. ഏകദേശം 563 കോടിയുള്ളൊരു കമ്പനിയാണിത്. കറണ്ട് പ്രൈസ് 88 റുപ്യേ ഉള്ളൂ. അത് നല്ലൊരു റീസണബിൾ പ്രൈസാണ്, എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നത്. കാരണം ഞാൻ അറിയാലോ എൻ്റെ പോളിസി സ്റ്റോക്ക് റെക്കമെൻഡേഷനോ ഞാൻ എന്താരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് ആയിരിക്കണം. എനിക്ക് അൾട്രാടെക്കോ അല്ലെങ്കിൽ പേജ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ MRFന്റെ സ്റ്റോക്കോ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യണമെന്നില്ല. കാരണം നമ്മൾക്ക് ഗ്രോയിങ് കമ്പനീസിൻ്റെ ആവശ്യം. നമ്മളെ വിഷൻ എന്ന് വെച്ചാൽ കുറച്ചൊരു 5 ഇയർ ഹൊറൈസണുള്ള വിഷനാണ്. നമ്മളൊരു ട്രേഡർ അല്ല, ഷോർട്ട് ടേം ട്രേഡർ അല്ല. നമ്മൾക്ക് ലോങ് ടേം വിഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ കമ്പനിയുടെ പ്രൈസും നല്ലൊരു പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മാർജിൻ ഓഫ് സേഫ്റ്റി ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ വലിയൊരു പ്രൈസിൽ ആ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് പിന്നെ അത് 40% ഫോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ സ്റ്റോക്സ് വാങ്ങിക്കുമ്പോൾ ഇനി ഗ്രോ ചെയ്യുന്നതിന് കണക്കായിട്ട് ഇതിപ്പോൾ 563 കോടി മാർക്കറ്റ് ക്യാപ്പ് ഈ കമ്പനിക്കുള്ളൂ. അതിൻ്റെ റിട്ടേൺ ഓഫ് ഇക്വിറ്റി നോക്കുക വെച്ചാൽ 25% റിട്ടേൺ ഓഫ് ഇക്വിറ്റി കൊടുത്തൊരു കമ്പനിയാണ്. ഡിവിഡൻഡ് കൊടുക്കുന്നത് ഏകദേശം 1.2% ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. അതിൻ്റെ ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ ഇൻ ഓപ്പറേഷൻ ചില 3.26 കോടി ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻ ഉണ്ട്. 3 കൊല്ലത്തെ ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻസ് നോക്കുക വെച്ചാൽ 47 കോടിൻ്റെ ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻ. അസറ്റ് നോക്കുക വെച്ചാൽ തന്നെ 346 കോടിയും ലാബിലിറ്റി 156 കോടി. സോ ഈ ഒരു കമ്പനി നിങ്ങൾക്ക് എല്ലാവർക്കും വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഓഫ് റീസണബിൾ എക്സ്പെക്ടേഷൻസേ മാർക്കറ്റിൽ പാടുള്ളൂ. നിങ്ങൾക്ക് മാർക്കറ്റിൽ വലിയൊരു എക്സ്പെക്ടേഷൻ എടുത്തിട്ട് ഷോർട്ട് ടേമിൽ ചെയ്യുന്നതിൽ അർത്ഥം ഇതൊരു ഗാംബ്ലിംഗ് ആണല്ലോ. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഐഡിയ ഉണ്ടാവേണ്ട മാത്രം കാര്യമില്ല. ഐഡിയയിൽ നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കുന്നതാണ്. ദാറ്റ് ഈസ് ട്രൂ ഇൻ ദ വേൾഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഓൾസോ. പിന്നെ വേറൊരു കാര്യങ്ങൾ മനസ്സിലാക്കുക, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്ററും ഡോണ്ട് ഗെറ്റ് ഇറ്റ് റൈറ്റ് എവറി ടൈം. നമുക്ക് എല്ലാ സമയത്തും എല്ലാ ഡിസിഷനും റൈറ്റ് ആയിരിക്കണമെന്നില്ല. അത് നമ്മൾ ജീവിതത്താലും ശരി, സ്റ്റോക്ക് മാർക്കറ്റിലാലും ശരി, എന്തായാലും ശരി. അത് വളരെ സിമ്പിളാണ്. അത് പണ്ടുള്ള നോ റൂൾസ് ഓൾവേസ് വർക്ക്സ് എന്ന് പറഞ്ഞു. അതാണ്. പിന്നെ ഇതിന്റെ ബോട്ടം ഇറ്റ്സ് എ ബോട്ടം ഈസ് ദാറ്റ് വാട്ട് യു ആർ ട്രൈങ് ടു അക്കംപ്ലിഷ്. നിങ്ങളെ ജീവിതത്തിലോ നിങ്ങളുടെ ട്രേഡിങ്ങിലോ നിങ്ങൾ എന്താ അക്കംപ്ലിഷ് ചെയ്യാൻ പോകും. നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങിച്ച് എനിക്ക് ആ സ്റ്റോക്കിൽ റീസണബിൾ പ്രോഫിറ്റ് കിട്ടി ഞാൻ എക്സിറ്റ് ചെയ്യുന്നു. അത് എത്ര എനിക്കുള്ളൂ. അല്ലാണ്ട് എന്ത് നിങ്ങൾക്ക് അക്കംപ്ലിഷ് ചെയ്യുന്നു ആദ്യം നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ പോയിട്ട് ഐ വാണ്ട് ടു ബീറ്റ് ദ മാർക്കറ്റ്, അതൊരു നല്ലൊരു സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താണ് ഈ ഡെഫിനിഷൻ സക്സസ്ഫുൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളെ ഡെഫിനിഷൻ? സക്സസ്ഫുൾ ഇൻവെസ്റ്റിംഗ് ഈസ് ദാറ്റ് ഡൂയിങ് ബെറ്റർ ദാൻ ദ മാർക്കറ്റ് ആൻഡ് അതർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. ദാറ്റ് മീൻസ് യു മസ്റ്റ് ബി പേഷ്യന്റ് ആൻഡ് ഗിവ് യുവർ സെൽഫ് ആമ്പിൾ ഓഫ് ടൈം. മനസ്സിലായോ? ഈ പണ്ടാരോ പറഞ്ഞ പോലെ ഈ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന നിങ്ങളറിയില്ല. നമ്മളെ ചെറുപ്പത്തിലൊക്കെ ബാസ്കറ്റ് ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ബാസ്കറ്റ് ബോളിൽ ഏറ്റവും നീളമുള്ളവനാണ് ഏറ്റവും കൂടുതൽ ബോൾ പോക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് പണ്ട് ബാസ്കറ്റ് ബോളിന്റെ കോച്ച് എപ്പോഴും പറയുന്നത് യു കാണ്ട് കോച്ച് ഹൈറ്റ് എന്ന്. നിങ്ങൾക്ക് കോച്ചിങ് കളി ചെയ്യാൻ പറ്റും, പക്ഷെ ഒരാളെ ബാസ്കറ്റ് ബോൾ യു കാൺ കോച്ച് ഹൈറ്റ് എന്നാണ് പറയുന്നത്. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഓൾ ദ കോച്ചിങ് ഇൻ ദ വേൾഡ് വോണ്ട് മേക്ക് എ പ്ലെയർ ടോളർ അല്ലേ. അപ്പൊ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ യു നീഡ് ഐദർ ഗുഡ് ലക്ക്
ലക്ക് വേണം, അതിനൊരു നല്ലൊരു ഭാഗ്യം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കളിയിലുള്ള സുപ്പീരിയർ ഇൻസൈറ്റ് വേണം. സുപ്പീരിയർ ഇൻസൈറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഉൾക്കാഴ്ച. ഈ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഹാർഡ് ടു ടീച്ച് ഈ ഇങ്ങനെയുള്ള ഈ ഇൻസൈറ്റ്സ് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ വളരെ വിഷമമാണ്. മാർക്കറ്റിൽ എന്ന് വെച്ചാൽ എവ്രി വൺ വാണ്ട്സ് ടു മേക്ക് മണി. ഇപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ എക്കണോമിക്സും ബേസ് ചെയ്യുന്ന വെച്ചാൽ യൂണിവേഴ്സൽ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എക്കണോമിയിൽ നമ്മൾ വർക്ക് ചെയ്യും. അതാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കമ്പനീസ് എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഒരു പ്രോഫിറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ വർക്കാണെങ്കിൽ നമുക്ക് ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ഐഡിയ എന്നിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പം കേരളത്തിലിപ്പം കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും എല്ലാ ഗവൺമെന്റ് ഓഫീസും ചീഫ് മിനിസ്റ്റർ ടു ഓഫീസ് ബോയ് എല്ലാം സെയിം സാലറി കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ആലോചിച്ചോ. അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും വെൽത്ത് ഈക്വൽ ആയി ഷെയർ ചെയ്യണം. ചീഫ് മിനിസ്റ്റർ ടു ഓഫീസ് ബോയ് സെയിം സാലറി. ക്യാൻ യു ഇമാജിൻ എ സിറ്റുവേഷൻ ലൈക്ക് ദറ്റ്? സോ യു ഹാവ് ടു വർക്ക് ഫോർ എ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഹാസ് പ്രൊഡ്യൂസ് മച്ച് ഓഫ് ദ മെറ്റീരിയൽ. ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് മാത്രമേ ഈ പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയാണ്, അതാണ് ക്യാപിറ്റലിസം പറയുന്നത്. നിങ്ങൾ നോക്ക്, ലോകത്തിലുള്ള ലക്ഷം ആൾക്കാരും മില്യൺസ് ഓഫ് പീപ്പിൾ ആർ കോമ്പീറ്റിംഗ് എവറി ഡേ എവറി മൊമെന്റ്. നിങ്ങൾ ഒരു കോമ്പീറ്റിംഗ് ഫോർ ഈച്ച് അവൈലബിൾ ഡോളർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് യു ഗെയിൻ. ഹു വിൽ ഗെറ്റ് ദാറ്റ് ഡോളർ ഫസ്റ്റ്? ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ എടുക്കാൻ വെച്ചാൽ നിങ്ങൾ വലിയൊരു മാൾ എടുക്കാൻ, ഫോർ എക്സാമ്പിൾ ക്യാബ് ഫോറും, അല്ലെങ്കിൽ യു ക്യാൻ കമ്പയർ വിത്ത് എനി അതർ XYZ malls. So what they are doing, everybody is competing to grab the available dollar. നിങ്ങളെ കയ്യിൽ എത്ര ക്യാഷ്, നിങ്ങൾ വാൾമാർട്ടായാലും ക്യാഫോർ ആയാലും $1 നിങ്ങളെ കയ്യിലുള്ള അവൻ ക്യാഫോ എടുക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ വാൾമാർട്ട് എടുക്കാൻ നോക്കുന്നു. സോ എവറിബഡി ഈസ് കോമ്പീറ്റിംഗ് ഫോർ $1 ഓൺ ദി കൺസ്യൂമേഴ്സ് പോക്കറ്റ്. അത് തന്നെയാണ് ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റിൽ അങ്ങനത്തെ ഒരു ഐഡിയോളജി ഇല്ല. കാരണം യു ഷെയർ ദ വെൽത്ത് ഈക്വലി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ പണ്ടേ വരണ്ടേ എല്ലാവർക്കും ഈക്വൽ ഭൂമി, പണ്ടൊരു ഭൂപരിഷ്കണ്ട, എല്ലാവർക്കും ഈക്വൽ ഭൂമി, എല്ലാവർക്കും ചീഫ് മിനിസ്റ്റർ ടു ഓഫീസ് ബോയ് സെയിം സാലറിയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, സോ ദാറ്റ് ഈസ് കോൾഡ് കമ്മ്യൂണിസം. ചൈനയിലൊക്കെ ഉണ്ടായ പോലെ. എനിവേ, അതൊരു വേറെ വലിയൊരു ടോപ്പിക് ഞാൻ പറഞ്ഞത്. സോ ഈ സ്റ്റോക്ക് ഞാൻ നന്നായിട്ട് ചെയ്യുന്നത് വിചാരിക്കുന്നത്. നിങ്ങൾ ഇതൊരു ബൈ റെക്കമെൻഡേഷനോ സെൽ റെക്കമെൻഡേഷനോ അല്ല. എനിക്ക് എൻ്റെ ഒരു വ്യൂ ഞാൻ പറഞ്ഞു തരുന്നു. സോ യു മേ കൺസൾട്ട് വിത്ത് യുവർ ഫൈനാൻഷ്യൽ അഡ്വൈസർ. നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ വെക്കാൻ പറ്റുന്നത്. സോ ഹാവ് എ നൈസ് ഡേ ഫ്രണ്ട്സ്. So please do subscribe my channel. I am again always requesting you to subscribe my channel.